മാപ്രകളുടെ വായടപ്പിച്ച് രാഹുൽ ചേർത്ത് പിടിച്ച് കെ സുധാകരൻ. കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും രാഹുലിനെ സ്നേഹിക്കുന്ന ഓരോ ജനങ്ങളും കേൾക്കുവാൻ ആഗ്രഹിച്ച വാക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം കെ സുധാകരൻ എംപിയിലൂടെ. കഴിഞ്ഞ 100 ദിവസമായി ഓരോരുത്തരും ആഗ്രഹിച്ച് കാത്തിരുന്ന വാക്കുകളാണ് കെ സുധാകരന്റെ ആ വായിൽ നിന്നും ഇപ്പോൾ വരുന്നത്. അദ്ദേഹം യാതൊരു അർത്ഥശങ്കകൾക്കും ഇടയില്ലാതെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി, രാഹുലിനെ കുരുക്കിയതാണ്, രാഹുൽ ഊർജ്ജസ്വലനാണ്, എത്രയും വേഗം തിരികെ വരണം, രാഹുലുമായി വേദി പങ്കിടുന്നതിന് എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് രാഹുലിനെ കുടുക്കിയതാണ്, ഈ പറയുന്നതിലൊന്നും യാതൊരു കാര്യവുമില്ല, അവൻ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ എന്ന് കെ സുധാകരൻ പറഞ്ഞുകൊണ്ട് രാഹുലിനെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കെ സുധാകരൻ എംപിയുടെ ആ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ വളരെ വലിയ ചർച്ചകൾക്ക് മാറ്റം വെക്കും. തുടർന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇതേ അഭിപ്രായമായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏവരെയും ഞെട്ടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, രാഹുൽ മുൻകൂട്ടത്തെ ചേരിതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുമ്പോഴും കോൺഗ്രസിലുള്ള ഒരൊറ്റ നേതാക്കന്മാർ പോലും, എന്തിന് സന്തത സഹചാരിയായി നടന്ന ഷാഫി പറമ്പിൽ എംപി പോലും ചില സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് നാം കണ്ടു. ഒരു മെയ്യും ശരീരവുമായി നടന്നവർ, ഒരുമിച്ച് നടന്നവർ ഇന്നും ഷാഫി മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തപ്പോൾ ആരെയോ പേടിക്കുന്നത് പോലെ, എന്തിനെയോ ഭയക്കുന്നത് പോലെയാണ് അദ്ദേഹം ഒരു പ്രതികരണം നൽകിയത്. രാഹുലിന്റെ വിഷയത്തിൽ ഇന്നും അയാൾ നിരപരാധിയാണ്, അയാളെ കുടുക്കിയതാണ്, അദ്ദേഹത്തെ എത്രയും വേഗം തിരികെ എടുക്കണം എന്ന് പറയേണ്ടിയിരുന്ന ഷാഫി പോലും രാഹുലിന് വേണ്ടി അനുകൂലമായി സംസാരിച്ചില്ല എന്ന് നാം ശ്രദ്ധിക്കണം. എന്നാൽ കെ സുധാകരൻ ഇത്രയും ദിവസം അല്പം വൈകിയെങ്കിൽ പോലും അദ്ദേഹം കൃത്യമായി പറഞ്ഞു, രാഹുൽ നിരപരാധിയാണ്, അദ്ദേഹത്തെ കുടുക്കിയതാണ്, ഇത്രയും ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെ, ജനങ്ങളെ ആവേശഭരിതരാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രസംഗിക്കുവാൻ സാധിക്കുന്ന രാഹുലിനെ എത്രയും വേഗം പാർട്ടിയിലേക്ക് തിരികെ എടുക്കണം, എനിക്ക് അദ്ദേഹവുമായി വേദി പങ്കിടുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കെ സുധാകരൻ എംപിയുടെ ആ പ്രസംഗം കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി CPM BJP-ക്കാർ നടത്തുന്ന ഒരു ശ്രമമാണ് അതിൻ്റെ പിറകിൽ. ഒരു സത്യാവൃത്തിയും അതിൻ്റെ അകത്തില്ല. അതിനകത്തൊക്കെ തീർത്തും നിരപരാധിയാണ് അവൻ. ഞാനതൊക്കെ അന്വേഷിച്ചു. ഞാൻ അന്വേഷിച്ചത് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ്. പക്ഷേ അതെല്ലാം മറുപടിയെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഐ വാസ് റോങ് എന്ന് തോന്നി. ഞാൻ അവനെ വിളിച്ചു, ഇന്നലെ സംസാരിച്ചു. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അവനെ കുറിച്ച് തർക്കങ്ങളില്ല. അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അവനെ അവിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. പിന്നെന്താ സജീവാക്കണം, സജീവമായി രംഗത്ത് വരണം. കഴിവും പ്രാപ്തിയുള്ള നേതാവാണ്, ജനമനസ്സിൽ സ്ഥാനമുള്ളവനാണ്, ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കാൻ സാധിക്കുന്ന പ്രാസംഗികത്തെ കരുത്തുള്ളവനാണ്. അവനെ വേണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. എനിക്കതറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ പറയുന്നുണ്ടല്ലോ, അവൻ തന്നെ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. നിക്കുന്നേ രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കണമെന്ന് മറ്റ് നേതാക്കൾ പറയാത്തതൊരു പ്രശ്നമാണോ? ഏത് സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ രാഹുൽ മാങ്കൂട്ടം സജീവമാകണമെന്ന് പറയുന്നില്ല, മാറ്റി നിർത്തുന്ന രീതിയിലാണ് പറയുന്നത്. അത് ശരിയാക്കാത്ത നിലപാടാണ്. അവരെ നിലനിർത്തി പാർട്ടിയിൽ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റവർക്ക് എല്ലാവർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവാം. എൻ്റെ അഭിപ്രായം പാർട്ടിയോടൊപ്പം കൂട്ടി നിർത്തി തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ വേദിയൊക്കെ ഞാൻ പങ്കിടും. കെ സുധാകരൻ എംപിയുടെ വാക്കുകൾ കേട്ടല്ലോ. ഇത് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും വലിയ കരുത്തേക്കും പ്രചോദനമേകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേക്കച്ചന്റെ ആ തരികടകൾ വരും ദിവസങ്ങൾ പൊളിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ കേക്കച്ചൻ ആസൂത്രണം ചെയ്ത് അയാളുടെ ബിനാമി ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ആ തേൻകണി ചാനലിൽ ഒരു അശരീരി നൽകിയപ്പോൾ ഇവന്മാർ ഓർത്തു, ഇന്ന് കിങ്ങിണിക്കുട്ടനെ വെച്ചൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ, രാഹുലിനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞപ്പോൾ
ഇവന്മാർ ഓർത്തു രാഹുൽ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കുമെന്ന്. എന്നാൽ കേക്കച്ചൻ പാലക്കാട് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ആ AC റൂമിലിരുന്ന് ഖദറുടയാതെ PR ഏജൻസികൾ കൊടുത്ത ആ പ്രസംഗം നടത്തിയിട്ട് പോയപ്പോൾ രാഹുൽ പാലക്കാട്ടെ ഓരോ വീടുകൾ തോറും കയറിയിറങ്ങുകയായിരുന്നു സ്ഥാനാർത്ഥികളുടെ കൂടെ. ഇവന്മാരുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ രാഹുൽ ആ പ്രവർത്തകരോടൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. ഇവന്മാർ ഓർത്തു ഇപ്രകാരം കുറെ സ്റ്റണ്ടുകളും ഗിമ്മിക്കുകളും കാണിക്കുമ്പോൾ രാഹുൽ ഭയപ്പെട്ട് വീട്ടിൽ കയറും എന്ന് ഇവർ കരുതി. പക്ഷേ രാഹുൽ പ്രവർത്തകരോടൊപ്പം ആത്മാർത്ഥമായി ഇന്ന് മുഴുവൻ ഫീൽഡിലായിരുന്നു. അതിനുശേഷം വൈകിട്ട് വന്നപ്പോൾ രാഹുലിനെ തപ്പി മാപ്രകൾ, പ്രത്യേകിച്ച് മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെയും ഈ തേൻകണി അജിത്തിൻ്റെയും ഈ മാധ്യമ വ്യഭിചാരികൾ യുവമാരുടെ കോലുമായി രാഹുലിന്റെ പിന്നാലെ പാഞ്ഞു. എന്തെങ്കിലും വായിൽ നിന്ന് കിട്ടിയാൽ അല്ലെങ്കിൽ രാഹുൽ വരണ്ടോ ഇല്ലയോ, രാഹുലിന്റെ നിലപാട് എന്താണെന്ന് അറിയുവാൻ വേണ്ടി യുവന്മാർ രാഹുലിനെ തപ്പി വൈകിട്ട് ചെന്നു. അപ്പോൾ കൃത്യമായും രാഹുൽ യുവന്മാരുടെ പിരിവെട്ടിക്കുന്ന രീതിയിൽ, ഓർക്കണം എത്ര ഇയാളോടുള്ള ഈ രാഹുലിനോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിക്കും രാഹുലിന്റെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ. കാരണം എന്തുകൊണ്ടാണ് ഇയാളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത്, ശത്രുക്കൾ പോലും ഇയാളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയണമെങ്കിൽ രാഹുൽ കൊടുക്കുന്ന ഈ മറുപടി നിങ്ങൾ കേൾക്കണം. എന്ത് മനോഹരമായിട്ടാണ് ഈ മാപ്രകളുടെ, ഈ ദിവസക്കൂലിക്ക് വേണ്ടി ഈ ആവാസന്മാരുടെ ചാനലിലെ വാർത്താ തൊഴിലാളികളായിട്ട് നടക്കുന്ന, ഈ കോലും തൂക്കി നടക്കുന്ന ഇവന്മാരുടെ അണ്ണാക്കിൽ പിരിവെട്ടുന്ന രീതിയിൽ രാഹുൽ കൊടുത്ത ആ മറുപടി നമുക്ക് ഉടനെ കാണാം. എത്ര തന്മയത്വത്തോടുകൂടി ഇവന്മാരുടെ ഓരോ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര കൃത്യമായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, പാലക്കാട് PR ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം വന്നിരുന്ന് പ്രസംഗിക്കുവാൻ വന്ന കേക്കച്ചന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയും, എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ അസ്വസ്ഥനാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അയാൾ ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനായ സതീശനായി മാറും. അയാളുടെ ബോഡി ലാംഗ്വേജ് മാറും, സംസാര ശൈലി മാറും, എല്ലാം മാറും. വളരെ മോശമായി അദ്ദേഹം ചോദ്യങ്ങളെ ചോദിക്കുന്നവരെ അടിച്ചിരുത്തും, അവരെ ഇറിറ്റേറ്റ് ചെയ്യും. എന്നാൽ തന്നെ കൊല്ലാൻ വേണ്ടി വരുന്നവന്മാരാണ്, തൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു പോരായ്മകൾ കിട്ടിയാൽ അത് ആഘോഷമാക്കാൻ വരുന്നവന്മാരാണ് എന്ന് മനസ്സിലാക്കി തന്നെ വളരെ കൃത്യമായി അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും ഒന്നിനും ഒഴിഞ്ഞു മാറാതെ കൃത്യമായ മറുപടി അദ്ദേഹം കൊടുത്തു. അദ്ദേഹം ഇന്ന് കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. പരാതിക്കാരില്ലെങ്കിലും എനിക്കെതിരെ സ്വമേധയാ സംസ്ഥാന സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ആ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കും. ഞാൻ മറുപടി പറയുവാൻ ബാധ്യസ്ഥൻ അവരോട് മാത്രമാണ്. അതുപോലെ കോടതിയിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ ബോധിപ്പിച്ചു കൊള്ളാം. ഈ മാധ്യമ വ്യഭിചാരികളുടെ കോടതിയിൽ ഞാൻ കുറ്റസമ്മതം നടത്തേണ്ടതോ കൺഫെഷൻ നടത്തേണ്ടതോ ആവശ്യമില്ല, പോയി പണി നോക്കടാ എന്ന് ഇവൻ്റെയൊക്കെ മുഖത്ത് ആടി കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം കൃത്യമായി ഇന്ന് പറയുകയുണ്ടായി. എത്ര മനോഹരമായാണ്, എത്ര തന്മയത്വത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാഹുലിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ രാഹുലിനെ വെറുക്കുന്നവർ പോലും രാഹുലിനെ ഇഷ്ടപ്പെട്ടു പോകും. അത്ര കൃത്യമായ മറുപടിയാണ് രാഹുൽ ഇന്ന് നൽകിയത്. മുരളീധരനെ ചുടുചോറ് കോരുവാൻ ഇന്ന് VD സതീശൻ വിടുകയാണ് ഉണ്ടായത്. കാരണം കേക്കച്ചൻ അറിയാം രാഹുലിനെതിരെ ഇപ്രകാരം ഒരു പ്രതികരണം നടത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് ഒരക്ഷരം പോലും ഉരിയാടാതെ ഇയാൾ മിണ്ടാതെ ഇരുന്നത്. എന്നാൽ വീണ് കിട്ടിയ അവസരം മാധ്യമങ്ങളിലൂടെ ഇപ്രകാരം വിളിച്ചു പറയുമ്പോൾ താനൊരു ഹീറോ ആയി മാറുമെന്ന് കരുതിയാവാം പഴയ കിങ്ങിണിക്കുട്ടൻ, ആ ഞഞ്ഞാകുഞ്ഞാ പറയുന്ന ആ നേതാവ് രാഹുലിനെതിരെ പറഞ്ഞത്. KPCC കൂടിയൊരു തീരുമാനമെടുത്തില്ല, UDF കൂടിയൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ പോലും മുരളീധരൻ എന്ന് പറയുന്നവൻ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് വലിയ വീരവാദം മുഴക്കി രാഹുലിനെ ഒരു പാർട്ടി പരിപാടികളിലും പങ്കെടുപ്പിക്കത്തില്ല എന്ന്. എടാ, എനിക്ക് പ്രവർത്തിക്കുവാൻ നിന്റെ അനുവാദം എന്ത് എന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കാതെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പദവികൾ കിട്ടിയ ശേഷം മാത്രമല്ല ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിയത്, എനിക്ക് വോട്ട് രേഖപ്പെടുത്തുവാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഈ സ്ലിപ്പുമായി ഞാൻ വീടാന്തരം കയറി ഇറങ്ങിയവനാണ്. എനിക്ക് ഇപ്രകാരം പ്രവർത്തിക്കുവാൻ ഒരുത്തൻ്റെയും ഔദാര്യം ആവശ്യമില്ല. ഇന്ന് വന്ന് നാളെ പോകുന്ന, നാളെ ഭാവി എന്താകാമെന്ന് ആർക്കും നിശ്ചയമില്ലാത്ത നിൽക്കുന്ന സ്ഥലത്ത് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള നീയൊക്കെ പറയുന്ന വാക്ക് ഞാൻ എന്തിനു കേൾക്കണം? ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന,
ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന എനിക്ക് ഒരുത്തൻ്റെയും ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇപ്രകാരം ഒരു മറുപടി ഇന്ന് പറഞ്ഞത്. കൃത്യമായി രാഹുലിനെ പണിയുവാൻ നോക്കിയ വി.ഡി. സതീശനും കെ മുരളീധരനും കൃത്യമായ ഒരു സന്ദേശമാണ് ഇന്ന് നൽകിയത്. ഭവന സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഇവന്മാർ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാൻ വേണ്ടി അവിടേക്ക് പാഞ്ഞെന്നത്. കൃത്യമായി മുഖത്ത് നോക്കി ഇവന്മാർക്കുള്ള മറുപടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുത്ത് ഇവന്മാരുടെ പിരിവെട്ടിക്കുന്ന രീതിയിലുള്ള ആ മറുപടി കൊടുത്ത ശേഷം ആ പ്രചരണത്തിനായി ആ ഭവന സന്ദർശനത്തിനായി പോയ രാഹുൽ ഇവന്മാർക്ക് കൃത്യമായി ടാറ്റ നൽകി പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണത്തിലേക്ക്. ഇതെല്ലാം നിങ്ങളുടെ വിലയിരുത്തലല്ലേ? ഇത് ഏതെങ്കിലും നേതാവ് പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, മാത്രമല്ല അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണങ്ങളുണ്ടോ അതല്ല നമ്മൾ ഇന്നലെ വിശദമായിട്ട് സംസാരിച്ചു. താങ്കൾക്കില്ലേ? അതല്ല നമ്മൾ ഇന്നലെ വിശദമായിട്ട് സംസാരിച്ചല്ലോ. പ്രചരണത്തിൽ നിന്നല്ല, പാർട്ടി പരിപാടികളിൽ നിന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങളോട് പറഞ്ഞു. ഞാൻ കണ്ടില്ല. അതായത് ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വീട് കയറുക എന്നുള്ളത് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുന്നു. അതിനകത്ത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസമില്ല, സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമില്ല, മാധ്യമങ്ങളുടെ പ്രയാസം തൽക്കാലം പ്രധാനപ്പെട്ട നേതാക്കൾക്കുള്ള തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഒരു നേതാവും പ്രയാസം ഒരു നേതാവും പറഞ്ഞിട്ടില്ല. ഒരു നേതാവും പറഞ്ഞിട്ടില്ലെന്നേ. നിങ്ങൾ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചല്ലോ. അത് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടല്ലേ കൊടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരൊന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, ഇന്നയാൾ ഇന്നത് പറയണം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നു. എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേട്ടു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല, പോകാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകളെന്ന നിലയിൽ ആ ആളുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായും അവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും, നിങ്ങൾക്കെന്ന് പറയുമ്പം ഇനി എൻ്റെ വാക്കിനെ മിസ്കോട്ട് ചെയ്യരുത്, അതിനും പിന്നെ ഈ ന്യൂസ് മലയാളമൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും മാധ്യമങ്ങളുടെ പ്രശ്നമില്ല, മാധ്യമങ്ങളിലൂടെ ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അവരുടെ അതൃപ്തി അറിയിക്കുന്നത്. ഒരു നേതാവും പറഞ്ഞില്ലെന്നേ. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തൽക്കാലം ആ പ്രശ്നത്തിന് എന്തെയും പരിഹാരമില്ല. വ്യക്തിപരമായ ന്യൂസ് മലയാളത്തെ കുറിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇന്ന് 2 തവണ ഒരു വിഷയത്തിൽ നടപടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങളടക്കം ഉന്നയിച്ചിരുന്നു. താങ്കൾ അത് കണ്ടിരുന്നോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഒരു വിഷയത്തിനകത്ത് 2 തവണ നടപടി എടുക്കാൻ കഴിയില്ല. ഒരു നടപടി ഞാൻ ഏറ്റുവാങ്ങി ആ നടപടിയുടെ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല. പാർട്ടിയുടെ ഒരു തരം അച്ചടക്കത്തെ ഞാൻ ലംഘിക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ മുഖവിലെടുക്കില്ലേ? അതാണ് പുതിയ കുത്തിത്തിരിപ്പ്. ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്. ശ്രീ രമേശ് ചെന്നിത്തല എന്താണോ പറഞ്ഞത് നല്ല ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള എൻ്റെ ഒരു നേതാവിൻ്റെയും, അവരെല്ലാം എൻ്റെ നേതാക്കന്മാരാണല്ലോ, എൻ്റെ ഒരു നേതാവിൻ്റെയും ഒരു വാക്കിനെയും ധിക്കരിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ പാർട്ടിയുടെ പ്രവർത്തകരുടെ വാക്കിനെയും ധിക്കരിക്കുന്ന ആളല്ല ഞാൻ. തൽക്കാലം നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളുടെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ല. കുറഞ്ഞ പക്ഷം ആ ഓഡിയോ സംഭാഷണമായിട്ടുള്ള അത് ഞാൻ നിയമപരമായിട്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോടതിയൊന്നുമില്ല, അത് ഞാൻ കോടതി നോക്കിക്കോളാം കേട്ടോ. നിങ്ങൾക്ക് കോടതിയൊന്നുമില്ലല്ലോ, ഉണ്ടോ? കോടതിയില്ല, അത് ഞാൻ കോടതി അല്ല. നീതി നിറവേറ്റേണ്ടത് നിങ്ങളല്ലല്ലോ. നീതി നിറവേറ്റേണ്ടത് കോടതിയും ജനകീയ കോടതിയുമാണ്. കോടതിയിലും ജനകീയ കോടതിയിലും ഞാൻ മറുപടി പറഞ്ഞു. തൽക്കാലം നിങ്ങളുടെ കുത്തിത്തിരിപ്പ് സ്ക്വയറിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ, ശരി. അപ്പം ഇവർക്കില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞത്, നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൻ്റെ പേര് പറഞ്ഞത്. വേറൊരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചാനലിൻ്റെ പേരിലേ ഞാൻ പറയുന്നത്. അപ്പം മീഡിയ വൺ ആ ചോദ്യം ചോദിക്കുന്നത് മീഡിയ വണ്ണിൻ്റെ പേര് പറയും, മനോരമ ചോദ്യം ചോദിക്കുന്നത് മനോരമയുടെ പേര് പറയും. അതിന് പേഴ്സണലായിട്ട് ഞാൻ ആദ്യമായി പാർട്ടിയിൽ വീട് കയറാൻ തുടങ്ങിയത് ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടിയപ്പോഴല്ല. ഒരു ഭാരവാഹിത്വം ഇല്ലാതെ, എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് ഇതുപോലെ സ്ലിപ്പും പിടിച്ചുകൊണ്ട് വീട് കയറി തുടങ്ങിയതാണ്. ആ ശീലം എൻ്റെ മരണം വരെ തുടരും. എൻ്റെ പ്രദേശത്ത്, ഞാൻ ഏതെല്ലാം പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, UDFൻ്റെ പ്രവർത്തകരെ, നേതാക്കന്മാരെ ജയിപ്പിക്കാൻ എന്നെയും കൊണ്ട് സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. അല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നടപടിയെടുത്തു. ആ നടപടി എടുത്തിട്ട് ആ നടപടിയുടെ കാലയളവിൽ എന്തെല്ലാം ചെയ്യാമെന്ന് എനിക്ക് ബോധ്യമുണ്ട്, അത് നേതാക്കന്മാർക്കും ബോധ്യമുണ്ട്.
അതിലേതെങ്കിലും ഒരു കാര്യം ഞാൻ ലംഘിച്ചാൽ മാത്രമാണ് അവർക്ക് എന്നെ വിളിച്ചു പറയേണ്ടുന്ന കാര്യമുള്ളത്. അപ്പം ഈ നിങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഭരണഘടനയെ പറ്റിയും ഈ പാർട്ടിയുടെ രീതികളെ പറ്റിയും വല്ലാത്ത ബോധ്യമില്ലാത്തത് എൻ്റെ പ്രശ്നമല്ലല്ലോ. പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല ഞാൻ കണ്ടു. നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടു, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം പങ്കെടുത്തില്ലെന്ന്. ഞാൻ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുത്തിട്ടില്ല. അത് ഇവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ശ്രീ VK ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഇവിടുത്തെ DCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പങ്കെടുത്തില്ല എന്ന്. പിന്നെ നിങ്ങളെങ്ങനെയാണ് പറയുക? ഇവിടെ പക്ഷേ പാർട്ടി കുറേ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിങ്ങോട്ട് വിടുമ്പോൾ ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും. അത് നിങ്ങൾ എത്ര കിടന്ന് വാർത്ത കൊടുത്താലും എന്ത് ചെയ്താലും കോൺഗ്രസിനെ UDF-നും ജയിപ്പിക്കാൻ സാധ്യമായതെല്ലാം ഞാൻ ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.